എല്ലാ പ്രേക്ഷകർക്കും കോക്ടെയിലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. UDF-ലെ കച്ചവടം പൂട്ടി മാണി സാർ താക്കോലുമായി നാടുവിട്ട് കഴിഞ്ഞല്ലോ. കച്ചവടക്കാർക്ക് കച്ചവടം കൊഴുപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യം ഉണ്ടാകാനിടയില്ല. കച്ചവടത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം തേടിയാണ് മാണി സാർ പറക്കമുറ്റാത്ത മോനെയും തോളത്തിരുത്തി യാത്ര തിരിച്ചത്. മാണി സാറിൻ്റെ പിണങ്ങിപ്പോക്ക് കൊണ്ടുണ്ടായ സന്താപത്തിൽ കോൺഗ്രസ് നീറി കഴിയുമ്പോൾ ഒരു ആശ്വാസവാക്ക് പോലും പറയാതെ ഊറി ചിരിക്കുകയാണ് ഇടതുപക്ഷത്തെ ദുഷ്ടന്മാർ. UDF-ന്റെ ശിഥിലീകരണത്തിലേക്കാണ് ചെന്നെത്താൻ പോകുന്നത്. അതിന് സഹായകമായ ഒരു തീരുമാനം കേരള കോൺഗ്രസ് കൈക്കൊണ്ടത് സ്വാഗതാർഹമായൊരു നടപടിയാണ്. UDF-ലെ മറ്റ് ഘടകകക്ഷികളും ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അവഗണനയുടെ നെല്ലിപ്പടി കണ്ടു എന്നാണ് KM മാണി പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ UDF-ലെ മറ്റ് ഘടകകക്ഷികളും ആത്മപരിശോധന നടത്തണം. ഇടതുപക്ഷത്തിൻ്റെ ആലയിൽ മാണി സാറിനെ ഏതായാലും കെട്ടില്ല എന്ന് ബോധ്യമായല്ലോ. എന്നാലും ഈ മാണി സാർ എന്തിനീ കുലച്ചത് ചെയ്തു എന്ന് എത്ര ആലോചിച്ചിട്ടും വലത് ബുദ്ധി കേന്ദ്രങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മാണി സാർ പുറത്തു പോയത് ചാണ്ടി സാറിൻ്റെ ബുദ്ധിയാണെന്ന് പോലും പറയുന്നവരുണ്ട്. എന്തായാലും ചെന്നിത്തലാജിക്ക് കോളടിച്ചു. ഇപ്പോഴാണ് ചെന്നിത്തലാജിയുടെ ഉള്ളിലിരിപ്പ് മനസ്സിലായത്. കേരള കോൺഗ്രസ് ഈ മുന്നണിയോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മുന്നണി വിട്ടുപോകുന്നത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 34 വർഷക്കാലത്തെ ഗാഢമായ ബന്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ദുർബലമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നണി വിട്ടത് ഒരിക്കലും ശരിയായ നടപടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാണി സാറിൻ്റെ കക്ഷിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ UDF-ൽ ഉന്നയിക്കാവുന്നതായിരുന്നു. ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമായിരുന്നു. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ചങ്കും കരളും കൊടുത്തു വളർത്തിയ മാണി രായ്ക്കു രാമായണം ചതിച്ചിട്ട് പോകുമെന്ന് പക്ഷേ ചെന്നിത്തലാജിയും കരുതിയില്ലത്രേ. പിന്നീട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ മറ്റ് ഘടകകക്ഷിയുടെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുമുള്ള ഒരു പ്രകോപനവും ഉണ്ടാകരുത് എന്ന് പ്രത്യേക നിർദ്ദേശം നൽകിയതാണ്. ഇന്നലെ അങ്ങനെ യാതൊരു പ്രകോപനവും UDF-ന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നോ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇന്നലെ അവർ തീരുമാനം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, ബാർക്കോഴ കേസ് ഏറ്റവും ശക്തമായി വന്ന കാലഘട്ടത്തിൽ മുഴുവൻ മാണി സാറിനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് കോൺഗ്രസ് പാർട്ടിയും UDF നേതൃത്വവും സ്വീകരിച്ചിട്ടുള്ളത്. ബജറ്റ് ദിവസം തിന്ന ലഡു എല്ലാം ഇപ്പോൾ ഛർദ്ദിച്ചു കളയാൻ നോക്കുകയാണത്രേ കോൺഗ്രസ് നേതാക്കൾ. മാണി സാറിൻ്റെ കോഴക്കേസ് ഒതുക്കി തീർത്തതാണെന്നുള്ള വെളിപ്പെടുത്തലും ചെന്നിത്തലാജിയുടെ വായിൽ നിന്ന് പുറത്തു വന്നു. ബഡ്ജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ മാണി മാറണം, മാണി സാറിനെ മാറ്റി വേറൊരാൾ അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ UDF ചങ്ക് കൊടുത്താണ് മാണി സാറിനെ കൊണ്ട് ആ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. UDF MLA-മാർ നെഞ്ചു കൊടുത്തുകൊണ്ടാണ് മാണി സാറിന് ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള അവസരം കൊടുത്തത്. കോൺഗ്രസ് പാർട്ടി നേതാവിനെ ദുർബലപ്പെടുത്താനാണോ ഞങ്ങളത് ചെയ്തത്? അപകീർത്തിപ്പെടുത്താനാണോ ഞങ്ങളത് ചെയ്തത്? പ്രതിപക്ഷ നിരയിൽ നിന്ന് ആ ഞടുക്കുന്ന MLA-മാരെ നെഞ്ചു കൊടുത്ത് തടഞ്ഞു നിർത്തി മാണി സാറിനെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് UDF MLA-മാരുടെ, കോൺഗ്രസ് MLA അടക്കം UDF MLA-മാർ എടുത്ത ധീരമായ തീരുമാനമായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പിണക്കവും പരിഭവവും ഒന്നും മാണി സാറിന് കണ്ടില്ല. അവസാനം തെരഞ്ഞെടുപ്പിൽ മുന്നണി 8 നിലയിൽ പൊട്ടിയപ്പോൾ കണ്ടവൻ്റെ കൂടെ പാർക്കാമെന്ന കണക്കുകൂട്ടലിൽ ഒറ്റപ്പോക്ക് നൈസായിട്ട് തേച്ചിട്ട് പോയി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കയ്യിൽ പുരട്ടിയ മഷിയും എഴുതിയ ചുമരെഴുത്തുകളും മായുന്നതിന് മുമ്പ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഘടകകക്ഷി 35 വർഷത്തെ പഴക്കമുള്ള ഒരു ബന്ധം ഇന്ന് അവസാനിച്ചു. ആ ബന്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞ ഒരു കാരണം ജനങ്ങളുടെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല. കുമ്മനം ജിയുടെ പാർട്ടിയുടെ വിശാലമായ എണ്ണപ്പാടം കണ്ടിട്ടാണ് മാണി സാറിൻ്റെ ശുഷ്കാന്തി എന്നാണ് അണിയറ സംസാരം. വരുന്ന തെരഞ്ഞെടുപ്പിൽ കുമ്മനം ജി മാണി സാറിന് താലി ചാർത്തും എന്ന് ഏകദേശം വെളിപ്പെടുത്തി കഴിഞ്ഞു. രാഷ്ട്രീയ കക്ഷികളുമായിട്ടുള്ള ബന്ധം എന്ത് വേണം എന്ന് നിശ്ചയിക്കുന്നത് ചർച്ചയിലൂടെയാണ്. അത് ഒരാളുമായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ ആ ആളിൻ്റെ നിലപാട് എന്താണെന്ന് അറിയണം. കേരള കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ. ഏത് മുന്നണിയാണ് ആഗ്രഹിക്കാത്തത്? സ്വന്തം മുന്നണിയിലേക്ക് ആളുകൾ വരണ്ട എന്ന് ആരെങ്കിലും പറയുമോ? വാതിലുകൾ തുറന്നു തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ആ വരുന്നവർ നിലപാട് വ്യക്തമാക്കണം. പോകുന്ന പോക്കിൽ മാണി സാറിന് 2 ചവിട്ടുകൂടി വെച്ചു കൊടുത്തില്ലല്ലോ എന്ന സങ്കടത്തിലാണ് യൂത്ത് കോൺഗ്രസ്സുകാർ. ശല്യം ഒഴിഞ്ഞുപോയത് എന്തുകൊണ്ടും നന്നായി എന്നാണ് യൂത്ത് നേതാക്കളുടെ മതം. ഇങ്ങനെ പോകുന്ന ആളുകളെ
കേരള കോൺഗ്രസിനെ ഇനി ഒരു കാരണവശാലും തിരിച്ചു വിളിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകരുത്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന ഒരു സമീപനം തന്നെയായിരിക്കണം അവസാനം വരെ ഉണ്ടാകേണ്ടത്. അല്ലാത്ത പക്ഷം പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിന് അത് ഉൾക്കൊള്ളാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. പോയവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയല്ല വേണ്ടത്, മറിച്ച് നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് വളരെ ശക്തമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്ന വിധത്തിൽ പാർട്ടി നേതൃത്വം മുൻപോട്ട് പോകണം എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട്. UDF-ലെ ആസ്ഥാന മധ്യസ്ഥൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും തോറ്റു തുന്നം പാടിക്കളഞ്ഞു മാണിസാറിൻ്റെ മുന്നിൽ. ഇനിയും ചർച്ചയുമായി മാണിസാറിൻ്റെ അടുത്ത് പോയാൽ നാട്ടുകാർ തന്നെ മാമാ എന്ന് വിളിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മനസ്സിലായി. ഞാൻ വ്യക്തതയോടുകൂടി ഒരു കാര്യം പറയാം, ഇപ്പം അങ്ങനെ ഒരു ചർച്ചയ്ക്ക് യാതൊരു സ്കോപ്പും ഇല്ല. അങ്ങനെ ഒരു ചർച്ച ഇപ്പം ഇല്ല. അത് തെറ്റിദ്ധാരണയാണ്. കാരണം വെച്ചാൽ മാണി സാറായിട്ട് വ്യക്തിപരമായ ഒരു ലോകിയുണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഇപ്പോൾ അത് ഒരു വിധത്തിലും UDF-ലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചർച്ച അല്ല. അത് അപ്രസക്തമാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു തീരുമാനമെടുത്ത് പിറ്റേ ദിവസം അവരാഗ്രഹിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എനിക്ക് ഇപ്പോൾ ചർച്ച നടത്തുന്ന ഒരു അജണ്ടയില്ല. അതൊക്കെ ഭാവിയിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ട രാഷ്ട്രീയമാണ്. ചിലപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ പൊളിറ്റിക്സൊക്കെ ഉണ്ടാവും. അത് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉദാഹരണമായിട്ട് അദ്ദേഹം വെറുതെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് BJP ആയിട്ട് സഖ്യത്തിലാവും എന്ന്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ആശയവിനിമയം നടത്തി എന്നിരിക്കും. പക്ഷെ അദ്ദേഹം എടുക്കേണ്ട ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇന്നതാണ് എന്ന് പറഞ്ഞ് UDF-ലേക്ക് തിരിച്ച് വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ച, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ട വെച്ചുള്ള ഒരു ചർച്ച തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ചർച്ച ഇപ്പം ഇല്ല.